ഹലോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ദ ടോപ്പ് 3 സീരീസ് ദറ്റ് ഐ റെക്കമെൻഡ് യു ടു വാച്ച് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ് ടൈം. ഇത് പറയാൻ കാരണം വെച്ചാൽ ഈ 3 സീരീസും ഞാൻ കണ്ടതാണ് ആൻഡ് ഇറ്റ് വാസ് വർത്ത് വാച്ചിങ് ഗൈസ്. ഈവൻ ദോ ഇതെല്ലാം ഇറങ്ങിയത് 2011 2008 ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിലും ഇറ്റ് വാസ് സ്റ്റിൽ സോ ഗുഡ്. ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഇത് വാച്ച് ചെയ്തതിന്. ബട്ട് ഇതിൽ കുറേ ബ്രൂട്ടൽ സീൻസ്, വാർ, അതേപോലെ കുറച്ച് സെക്ഷൽ കണ്ടൻസും കാര്യമെല്ലാം ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് ഗുഡ് മീൻസ് എക്സ്ട്രീംലി ഗുഡ് ആയി. കാരണം ഇതുവരെ ഞാൻ കണ്ട സീരീസ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും, ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പ് 3 സീരീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും ഐ വോണ്ട് റിഗ്രറ്റ് ഇറ്റ്. ഞാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ടോപ്പ് 3 സീരീസ് നമ്മൾ ഏത് കാലഘട്ടത്തിൽ കണ്ടാലും ഇറ്റ് വാസ് ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ അതെല്ലാം മാറ്റിയേക്കാം, നമുക്ക് കടക്കാം ഫസ്റ്റ് സീരീസിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത് ഗെയിം ഓഫ് ത്രോൺസ് ആണ്. ഗെയിം ഓഫ് ത്രോൺസ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ വീണ്ടും ഹൈപ്പും കാര്യം ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും ഒന്നും കൂടി ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ വിചാരിച്ച് സെക്കൻഡ് എപ്പിസോഡ് കൂടി കണ്ടു നോക്കാം, മനസ്സിലാണല്ലോ. സെക്കൻഡ് എപ്പിസോഡ് കണ്ട് തേർഡ് എപ്പിസോഡ് കണ്ടതിന് ശേഷം ഞാൻ ഹുക്ക്ഡ് ആയൊരു സീരീസ് ആണ് ദ ഗെയിം ഓഫ് ത്രോൺസ്. തേർഡ് എപ്പിസോഡ് കണ്ടതിന് ശേഷം പിന്നെ ഫുള്ള് ഇരുന്ന് കാണലെന്നെ. അങ്ങനെ ഓരോ സീസൺ കണ്ട് ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് സീരീസ്. ഒരിക്കലും എനിക്കൊരു ബാഡ് എന്ന് പറയാനുള്ളൊരു സംഭവം ഇതിനകത്തില്ല. ഇതൊക്കെ ഞാൻ പണ്ട് കണ്ട സീരീസ് ഉണ്ട് ഗൈസ്, ബട്ട് സ്റ്റിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് ഇപ്പോഴും ഞാൻ 2 ഫ്രണ്ട്സിനോടും ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ബട്ട് ഞാൻ ഒരു എപ്പിസോഡ് കണ്ടിട്ട് നിർത്തി. അങ്ങനെ ഒരു സംഭവം കേട്ടോണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ഇടാന്ന് വെച്ചത്. ആൻഡ് ഈ 3 സീരീസ് ഞാൻ ഇപ്പോഴും ഏതെങ്കിലും ഇടക്കിടക്ക് നല്ല സീരീസ് കണ്ടാൽ കാണും. ആൻഡ് സ്റ്റിൽ എനിക്ക് ഈ 3 സീരീസ് ഒരിക്കലും മറക്കാനാവാത്ത ഈ 3 സീരീസ് ആയിരുന്നു ഇത്. അപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ മെയിനായിട്ട് പറയുന്നത് നമ്മളെ കിങ്ഡത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലൈക്ക് പിന്നെ വാറുണ്ട്, പിന്നെ ഈ രാജഭരണം, മറ്റേത് പവർ, ബിട്രയൽ, കുറേ കാര്യം ഇതിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ടോ? ഞാൻ ഓൾറെഡി പറയുന്നില്ല. ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാണാനുള്ളൊരു മൂഡ് പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ കാണുവാനായിട്ട് അഭിപ്രായം പറയാം. ദ ഗെയിം ഓഫ് ത്രോൺസ്. നമുക്ക് അടുത്ത സീരീസ് എന്ന് പറയുന്നത് ദ ബ്രേക്കിംഗ് ബാഡ് ആണ്. ഇതാ ഉണ്ടോ നോക്കി എന്നോടെ? ഓക്കെ, ഇതാ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ബ്രേക്കിംഗ് ബാഡ് വെച്ചാൽ അതും ഒരു നൈസ് സാധനമാണ്, നൈസ് സീരീസ് ആണ്, ഗുഡ്, വർത്ത് വാച്ചിങ്. ഈ 3 വർത്ത് വാച്ചിങ് ആണ്. അതുകൊണ്ട് എല്ലായിടത്തും ഇടക്കിടക്ക് വർത്ത് വാച്ചിങ് എന്ന് പറയുന്നില്ല. ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു കെമിസ്ട്രി ടീച്ചറിൻ്റെ ഒരു സ്റ്റോറിയാണ് മെയിനായിട്ട് പോകുന്നത്. പുള്ളിക്കാരൻ കടന്നു പോകുന്ന കാര്യങ്ങൾ ഐ മീൻ ആ പുള്ളിക്കാരന് ഒരു പുവർ ആയിട്ടുള്ളൊരു കെമിസ്ട്രി ടീച്ചർ കുറച്ച് ഹാർഡ് ചോയ്സസ് അല്ലെങ്കിൽ ബാഡ് ഡിസിഷൻ, ഗുഡ് ഡിസിഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, കുറച്ച് ലൈഫിൽ കുറച്ച് ചോയ്സസ് എടുക്കുന്നു. ആൻഡ് ആ ചോയ്സിന് കോൺസിക്വൻസസും കാര്യമെല്ലാം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ ലൈഫ് പോകുന്നതാണ്. കുറച്ച് ഡ്രഗ്സിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഡ്രഗ്സ് എന്ന് പറയാം. അപ്പോൾ ബ്രേക്കിംഗ് ബാഡ് ഇസ് ഗുഡ്. കണ്ടോ ഗൈസ്? ഇതൊക്കെ കണ്ടോക്കുന്ന പറയും. ഇതിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കാണാനും പോലുണ്ടല്ലോ, അതാണ് കുഴപ്പം. എനിവേ ബ്രേക്കിംഗ് ബാഡ് ഇത് കാണേണ്ട വർത്ത് വാച്ചിങ് സീരീസ് ആണ്. പിന്നെ മൂന്നാമത് ഞാൻ ദ ലാസ്റ്റ് വൺ ഐ എം ഗോയിങ് ടു സേ ഇൻ ദിസ് വീഡിയോ, ദ വാക്കിംഗ് ഡെഡ് എന്തായാലും അധികം ഇഷ്ടപ്പെടും. ലൈക്ക് സോംബീസ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സോംബി മൂവീസ്, സോംബി സീരീസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ബ്രേക്കിംഗ് ബാഡിൽ മാറിപ്പോൾ ഈ ദ വാക്കിംഗ് ഡെഡ് എന്തായാലും നിങ്ങൾ കണ്ടുനോക്കുക. ദ വാക്കിംഗ് ഡെഡ് എന്ന് വെച്ചാൽ ഒരു പോലീസുകാരൻ കോമയിലെത്തി. പുള്ളിക്കാരൻ നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഫാമിലി അറിയില്ല. പുള്ളിക്കാരൻ കോമയിൽ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു അപ്പോക്ലിപ്റ്റിക് വേൾഡ് മറ്റേ സോംബി ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കുമ്പോൾ മൊത്തം സോംബീസാണ്. ഈ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒന്നും കൂടി റീവാച്ച് ചെയ്യണമെന്നുണ്ട്. കാരണം ഇതെല്ലാം കുറേ വർഷങ്ങൾ മുമ്പ് കണ്ട സീരീസാണ് ഞാൻ. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ വർത്ത്. ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഇത് കണ്ടതുകൊണ്ട്. ദ വാക്കിംഗ് ഡെഡ് എന്ന് പറയുകയാണെങ്കിൽ കുറേ സീസൺസ് ഉണ്ട്. ബട്ട് ഒരു കുറേ സീസൺസ് അയച്ച് കുറേ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്പെൻസ് പോകും. നിങ്ങൾ കണ്ട് കുറച്ച് അങ്ങെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്തത്. കാരണം നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ ഒരു ക്യാരക്ടറിൻ്റെ വ്യൂ പോയിന്റിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ചില സംഭവങ്ങൾ നടക്കും, എൻ്റെ കഥ വേറെ രീതിയിൽ പോകും. ആ സമയത്ത് നമ്മൾ ചിലർ ഡ്രോപ്പ് ചെയ്യും. ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്താണ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ. ബട്ട് സ്റ്റാർട്ടിങ് പോലെ കുറേ സീസൺസ്, കുറേ
പോയതിന് ശേഷം മാത്രമേ ഡ്രോപ്പ് ഉള്ളൂ. ബട്ട് സ്റ്റാർട്ടിങ്ങിൽ അത്രത്തോളം അത് ഒരു പീക്ക് സാധനമായിരുന്നു. അതേപോലെ ബ്രേക്കിംഗ് ബാഡ്, ഗെയിം ഓഫ് ത്രോൺസ്, പിന്നെ ദ വാക്കിംഗ് ഡെഡ്. ഇത് 3 എണ്ണമാണ് എൻ്റെ ഒരു സജഷൻ. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയുക ഗൈസ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇത് റിഗ്രറ്റ് ചെയ്യില്ല എന്നാണ്. കാരണം ഇറ്റ് വാസ് സോ ഗുഡ് ആൻഡ് വർത്ത് വാച്ചിങ് സീരീസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ സീരീസ് കാണുമ്പോൾ പരമാവധി ഫോൺ ഒഴിവാക്കി വെച്ചിട്ട് കാണാൻ നോക്കുക. ഇത് എൻ്റെ ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി വന്നൊരു സ്വഭാവമാണ്. ഓണാക്കി വെച്ചാലും സൈഡിൽ നിന്ന് ഫോണിൽ റീലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു ഫോക്കസ് കിട്ടില്ല, നമ്മൾ സ്റ്റോറിയിൽ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കില്ല. പരമാവധി നമ്മൾ ഫോൺ അവിടെ മാറ്റി വെച്ചിട്ട് റീൽസൊന്നും നോക്കാണ്ട് സീരീസിനകത്ത് ഫോക്കസ് ചെയ്തിട്ട് ഈ 3 സീരീസും കണ്ടു നോക്കണം. നല്ലൊരു രസം ഉണ്ടാകും. ഞാൻ റെക്കമെൻഡേഷനാണ്, ഇങ്ങനെ കണ്ടു നോക്കുന്നത്. ഇറ്റ്സ് യുവർ കോൾ. കുറച്ച് നമുക്കൊരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ മൊത്തത്തിൽ ഇരുന്ന് കാണണം. അത്രേ ഉള്ളൂ ഗൈസ്.